ഹലോ വ്യൂവേഴ്സ്, അപ്പോൾ എല്ലാവർക്കും ബ്ലഡ് ടോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം. ഡ്യൂഡ്, നമ്മുടെ പ്രദീപ് രംഗനാഥൻ നായകനായിട്ടുള്ള പുതിയ തമിഴ് സിനിമയുടെ ട്രെയിലർ റിലീസായിരിക്കുകയാണ്. അറിയാലോ, പ്രദീപ് രംഗനാഥൻ എന്ന് പറയുന്ന ഇപ്പോൾ ഒരു അപ്കമിങ് അവിടുത്തെ ഒരു സ്റ്റാറാണ് കേട്ടോ. പുള്ളി ചെയ്ത സിനിമകളൊക്കെ റീസെൻ്റ് ആയിട്ട് വന്ന സിനിമകളൊക്കെ അവിടെ വൻ ഹിറ്റായിരുന്നു. ലാസ്റ്റ് വന്ന് ഡ്രാഗൺ എന്നുള്ള മൂവി ആയിരുന്നു. അതിന് മുമ്പ് ലവ് ടുഡേ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പുള്ളി ചെയ്തു വെച്ച സിനിമകളൊക്കെ ഹിറ്റായിരുന്നു. അതുപോലെ പുള്ളി ഒരു ഡയറക്ടറാണ് കേട്ടോ. പുള്ളി കുറേ സിനിമകൾ ഡയറക്റ്റും ചെയ്തിട്ടുണ്ട്. കോമാളി എന്ന് പറഞ്ഞ ജയം രവി നായകനായിട്ടുള്ള സിനിമയൊക്കെ പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്തത്. അതിൻ്റെ കഥയും ഈ പറയുന്ന പോലെ പ്രദീപ് രംഗനാഥനായിരുന്നു. ലാസ്റ്റ് വന്ന ആ ഡ്രാഗൺ എന്നുള്ള മൂവി അനുപ പരമേശ്വരൻ, അതുപോലെ തന്നെ ഈ പ്രദീപ് രംഗനാഥനൊക്കെ വന്ന മൂവി അവിടെ തമിഴ്നാട്ടിലും കേരളത്തിലടക്കം അത്യാവശ്യം വലിയ ഹിറ്റായിരുന്നു സിനിമ. അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഫാൻ പവർ ഉണ്ട് കേട്ടോ. വലിയൊരു ഫാൻ ഫോളോയിങ് ഉണ്ട് തമിഴ്നാട്ടിലും. അപ്പോൾ കേരളത്തിലുണ്ട് ഒരുപാട് ആൾക്കാർ പ്രദീപ് രംഗനാഥനെ ഇഷ്ടപ്പെടുന്നവർ. പക്ഷേ ഒരുപാട് ഹേറ്റേഴ്സ് ഉള്ള നടനും കൂടെ കേട്ടോ ഈ പ്രദീപ് രംഗനാഥൻ. എന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രദീപ് രംഗനാഥൻ്റെ ഒരുപാട് ഓഡിയൻസ് ഫാൻസ് എന്ന പോലെ തന്നെ കുറച്ചധികം ഹേറ്റേഴ്സ് ഉള്ളൊരു നടനാണ് ഈ പ്രദീപ് രംഗനാഥൻ. സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ മൂവിയുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനുള്ളിൽ ഒരുപാട് ഹേറ്റേഴ്സിൻ്റെ കമൻറ്റൊക്കെ. എന്താ സംഭവം എന്ന് പറഞ്ഞുകൂടാ. പുള്ളി അത്യാവശ്യം മാന്യമായിട്ട് ആക്ട് ചെയ്യുകയും പിന്നെ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. എന്തിനാണ് പുള്ളിക്കെതിരെ ഒരു എന്താ പറയേണ്ട ഒരു സൈബർ ആക്രമണം പോലെ ചില പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന് അടി വന്ന ആൾക്കാർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വിചാരിക്കും ഇദ്ദേഹം എന്തോ ക്രൈം ചെയ്തിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ അതുപോലെയാണ്. പക്ഷെ അതിനുപരി ഒരുപാട് ഫാൻ ഫോളോയിങ് ഉള്ള ഒരു വ്യക്തി കൂടെയാണ് ഈ പറയുന്ന പ്രദീപ് രംഗനാഥന്. അപ്പോൾ ഇതിൽ നായികയായിട്ട് നമ്മുടെ മമിത ബൈജു ആണ് കേട്ടോ. മലയാളിയായിട്ടുള്ള മമിത ബൈജു ആണ്. മമിത ബൈജുവിൻ്റെ ഒരു തമിഴ് പടമാണ്. ആദ്യ പടമാണോ എന്ന് എനിക്കറിയില്ല. ഇതിനോടകം തന്നെ അത് ഒരുപാട് വാർത്തകളിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് മമിത ബൈജുവും ഈ പ്രദീപ് രംഗനാഥനും. കാരണം മമിത ബൈജു തമിഴിലോട്ട് പോകുന്നു, സൂര്യയുടെ നായികയാവുന്നു. അപ്പോൾ അങ്ങനെ അതിന് മുന്നേ ചെയ്തൊരു പടമാണ് പ്രദീപ് രംഗനാഥൻ്റെ ഈ ചെയ്യുന്ന പടമാണ്. ഒക്ടോബർ 17 സിനിമ റിലീസ് വരുന്നത്. ഇവൻ്റെ പടത്തിന് ഈ പ്രദീപ് രംഗനാഥൻ്റെ പടത്തിന് തമിഴ്നാട്ടിൽ ഭയങ്കര ഓഡിയൻസ് ഉണ്ട്. ഈ പറഞ്ഞ മമിത ബൈജുവിനും അവിടെ നല്ല രീതിയിൽ പ്രേമലുവിന് ശേഷമൊക്കെ ഫാൻസ് ഫോളോയിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരോട് ഒന്നിച്ച് വരുമ്പോൾ എന്തായാലും ആ പടം ഹിറ്റാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ സിനിമയുടെ ട്രെയിലറിലേക്ക് ഒന്ന് ജസ്റ്റ് പോയി നോക്കാം. മൈത്രി ഭയങ്കര ഫാസ്റ്റ് ആട്ടോ എൻ്റെ മൂവി. മമിത இனிமே எப்பெல்லாம் உனக்கு தம் அடிக்கணும் தோணுதோ அப்பெல்லாம் இந்த சாக்லேட் சாப்பிடு. அவளுக்கு ஒன்று பிடிச்சிருக்கணும். எப்போ கல்யாணம் வச்சுக்கலாம்? நமக்குள்ள இந்த லெவலில் செட் ஆகாது. என்னடா உன் கதை? கல்ல கண்டா நாய காணா, நாய கண்டா கல்ல காணான்ற மாதிரி. நான் பாட்டுக்கு செவனேன்னு சிங்கிளா இருந்தேன்டா. இருக்கியடா. கிரிஞ்சா இருக்கா? ஒன்ன சொல்லி குத்தோம்ல, அடுத்தவன் ஃபீலிங்ஸை கிரிஞ்சா பார்க்கறது தானே இப்போ ட்ரெண்டே. எனக்கு பயமா இருக்கு. ப்ளீஸ் தான் ஏதாவது பண்ணு. ஃப்ரண்ட்ல வச்ச லெக்க பேக்ல வைக்கிறது நம்ம ஹிஸ்டரியில இல்லை. எதுவாக இருந்தாலும் நான் ஃபேஸ் பண்ணிக்கிறேன். இந்த உடம்பு வச்சு சண்டைக்கு போறியே, உன்னால 10 பேர் வந்து அடிக்க முடியுமா? 100 பேர் வந்தாலும் அடி வாங்க முடியும். நம்ம மட்டும் ஏன் டூடு எல்லாமே லேட்டாக புரியுது. இங்க நடக்கிற எதுவும் நம்ம கையில் இல்லை டூடு. இதுல இது என்ன கத்துக்கிறோன்றது மட்டும் தான் நம்ம கையில் இருக்கு. எப்படி என் பெர்ஃபார்மன்ஸ்? டெரிஃபிக் மாமா. நல்லா இருந்தா 2 பேர் லைஃப் நல்லா இருக்கட்டும், இல்ல 2 பேர் இது நாசமா போகும். இருந்தாலும் தாலிக்கு மரியாதை இல்லையா? தாலிக்கு எந்த மரியாதையும் இல்லை. அதுக்கு பின்னாடி இருக்கிற அந்த பொண்ணோட ஃபீலிங்ஸ்க்கு தான் மரியாதை. ஓ மாஸ் டயலாக். தேவ்தாஸ் சார், நீங்க ஏன் இவ்வளவு எனக்கு பண்றீங்க? நல்ல பாட்டு. ഒക്ടോബർ 17 ആട്ടോ നമ്മുടെ ഡ്യൂഡ് റിലീസ് ആകുന്നത്. അപ്പം കൊള്ളാം, നല്ല ട്രെയിലറാണ് കേട്ടോ. ഡ്യൂഡ് നമ്മുടെയൊക്കെ ഡ്യൂഡ് ആകുമോ എന്ന് നമുക്ക് ഒക്ടോബർ 17 അറിയാം.
ശരിക്കും പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഈ പ്രദീപ് രംഗനാഥൻ എന്നുള്ളൊരു നടന് കുറച്ചധികം ഹേറ്റേഴ്സ് ഉണ്ടോ. ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ സിനിമകളിലൊക്കെ ചിലപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരേ ഒരു വികാരം ഫേസിൽ വരുന്ന ഒരുപാട് സീനുകളുണ്ട്. പല സിനിമകൾ നമ്മൾ പുള്ളിയുടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഡ്രാഗണും ലവ് ടുഡേ ആണെങ്കിലും അതുപോലെ തന്നെ ഈ പിന്നെ കുറേ സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയുടെ ഫേസിൽ കൂടുതലായിട്ടും ഒരേ തരത്തിലുള്ള ഭാവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് റിപ്പീറ്റ് പോലെ അല്ലെങ്കിൽ വികാരം വരാത്ത നടൻ അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കുറച്ചധികം ഹേറ്റേഴ്സും പുള്ളിക്കുള്ള. പക്ഷേ ഈ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഡ്രാഗൺ എന്നുള്ള മൂവി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. ടുഡേ എന്നുള്ള മൂവി അതും എനിക്ക് ഇഷ്ടപ്പെട്ട മൂവിയായിരുന്നു പുള്ളിയുടെ. അപ്പോൾ എന്തായാലും പുള്ളിയുടെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രദീപ് രംഗനാഥൻ്റെ പടം എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ആയിരിക്കും. എന്താ പറയുക, ഇടിവിട്ടായിരിക്കും. പടം ലാഗായിട്ട് നീങ്ങില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടായി പെട്ട സംഭവം പോകും. പുള്ളി ഒന്നാമത് ഡയറക്ടറോടായത് കാരണം പുള്ളിക്ക് അതിൻ്റെ ആ ഒരു വൈബുണ്ട്. ഇപ്പം അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ എന്താ പറയണ്ടേ ഡ്യൂഡ് ഡയറക്റ്റ് ചെയ്യുന്നത് കീർത്തീശ്വരനാണ് കേട്ടോ. കീർത്തീശ്വരനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. കീർത്തീശ്വരൻ തന്നെയാണ് ഇതിൻ്റെ കഥ എഴുതുന്നത്. പ്രൊഡ്യൂസ് ചെയ്യുന്നത് നവീൻ, അതുപോലെ തന്നെ രവിശങ്കർ എന്നിവരാണ് കേട്ടോ. മെയിനായിട്ട് അഭിനയിക്കുന്ന പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു, അതുപോലെ ശരത് കുമാർ ഉണ്ട്, നേഹ ഷെട്ടി ഉണ്ട്, പിന്നെ അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്, സത്യ, അതുപോലെ രോഹിണിയൊക്കെ ഉണ്ട്. ഒരുപാട് പിന്നെ സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു മൂവി കൂടെയാണ് ഈ പറയുന്ന ഡ്യൂഡ്. 17-ാം തീയതിയാണ് റിലീസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനത് വിട്ടുപോയി പറയാനായിട്ട്, സായി അഭിഷേകറാണ് കേട്ടോ. സായി അഭ്യങ്കറാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്യുന്നത്. അപ്പം അറിയാമല്ലോ സായി അഭ്യങ്കറിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പോഴത്തെ ന്യൂജൻ വേൾഡിലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പറയുന്ന മ്യൂസിക് ഡയറക്ടറാണ്. നമ്മൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ അതിൻ്റെ തീരാറായപ്പോൾ ഒരു ചെറിയൊരു പാട്ട് സീക്വൻസ് കണ്ടില്ല, നല്ല മൂടാണ്. സായി അഭ്യങ്കറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ആ മ്യൂസിക് അതുപോലെ തന്നെ ആ പാട്ട് ഒക്കെ ഒരു ഭയങ്കര ഫീലാണ്. നമുക്ക് എന്തോ ഒരു അതുമായിട്ട് അങ്ങ് ഇഴുകി ചേരും പെട്ടെന്ന്. അപ്പോൾ ഈ പറയുന്ന സായി അഭ്യങ്കർ ഒരു മാജിക് ഇതിലുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. കാരണം ഒരു 2 ലൈനേ ഉള്ളെങ്കിൽ ആ 2 ലൈൻ അതിൻ്റെ പാട്ട് ഓൾറെഡി ലോഞ്ച് ആയിട്ടുണ്ട്. ആ പാട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ കേട്ടാലും മനസ്സിലാവും. നല്ല ഫീലുള്ള പാട്ടുകളാണ് കേട്ടോ സിനിമയിൽ ഉള്ളത്. അപ്പോൾ അതൊരു പ്ലസ് പോയിന്റ് ആണ് സിനിമയുടെ. അതുപോലെ തന്നെ ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി ചെയ്യുന്നത് നിക്കേഷ് ഭൂമിയാണ്, എഡിറ്റ് ചെയ്യുന്നത് ഭരത് വിക്രമനാണ്. അപ്പോൾ ഈ പറയുന്ന ഡ്യൂഡ് എന്നുള്ള മൂവി ഈ പറയുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാൻ കാരണം ഒന്ന് ഈ പറയുന്ന നമ്മുടെ പ്രദീപ് രംഗനാഥനെ മമിത ബൈജു എന്നിവരുടെ ഒരു കോംബോയാണ് കേട്ടോ. ആ കോംബോ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എക്സ്പെഷ്യലി പ്രേമലുവിന് ശേഷമൊക്കെ ഈ മമിതയ്ക്കൊക്കെ ഒരുപാട് ഫാൻ ഫോളോയിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവി കൂടെയാണ് ഈ ഡ്യൂഡ് എന്ന് പറയുന്നത്. എന്തായാലും സംഭവം പിന്നെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്തായാലും ഒരു ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ആകാനാണ് വഴി. എന്തായാലും നമുക്ക് ഈ പറയുന്ന ഒക്ടോബർ 17 വരെ വെയിറ്റ് ചെയ്യാം.